ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളെ രാത്രി 10 മണിയായിട്ടുണ്ട്. നമ്മൾ നെസ്റ്റോയിൽ വരുന്ന പോവുക. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇന്ന് നെസ്റ്റോയിൽ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ. 1-ാം നമ്പർ ബസ് എങ്ങോട്ട് പോകുന്നേ? റൂവിക്കല്ലേ? 1-ാം നമ്പർ അല്ലേ അത്? ചിലത് 7 ഇതുവഴി പോകുന്നുണ്ട് കേട്ടോ. എല്ലാ ബസ്സും ഇതുവഴി തന്നെ. അതെന്താ ഈ മൊബൈല? അങ്ങനെയല്ലേ ഏട്ടാ, എല്ലാ ബസ്സും ഇതുവഴി ആണോ? പിന്നെ വേറെ ഏത് ബസ്സുണ്ട്? ഈ റോഡ് ഇങ്ങനെ നടന്നാൽ കുഴപ്പമില്ലയോ? മെയിൻ റോഡ് ഒരാളാണ്ട് നടന്നു പോകുന്നു. ഇതോ? ഇത് വലിയ റോഡല്ലേ? നമ്മളിപ്പോൾ ഈ നെസ്റ്റോ ഏത് ഭാഗത്താ? അൽക്കൂതോ? എവിടാ? മൊബൈലാ. പക്ഷെ വേറെ ഏത് നെസ്റ്റോ ഉണ്ടല്ലോ, അതല്ലേ കത്തിപ്പോയത്? അതെവിടായിരുന്നു? മൊബൈൽ തന്നെ. അതെങ്ങനെയോ കത്തി മോനെ. 10 മണിയായിട്ട് 10 മണി കഴിഞ്ഞ് എന്നിട്ട് തിരക്കുന്ന്. ഇല്ല, വണ്ടി എന്തേട്ടാ ചരിഞ്ഞു കിടക്കുവാന്നോ? പക്ഷെ അത് വീഴത്തില്ലേ? മറിഞ്ഞു പോകത്തില്ലേ? സാധനങ്ങൾ കാണത്തില്ല ഇതിനകത്ത്. ചെറിയ ചരിവിട്ടൊന്നും അറിയത്തില്ല. റൗണ്ട് അബൌട്ട് ഒരു ഭയങ്കര പ്രശ്നമാണല്ലേ. എനിക്ക് കാണുമ്പോ തന്നെ പേടിയാ. അമ്മ കണ്ണടച്ചിരിക്കണം. അതാ നീ ചെയ്യുന്നേല്. നിനക്ക് പേടിയാ ബസ്സിലും. എന്റെ ചെവി പോയി. നമ്മുടെ നാട്ടില് 10 മണി എന്നൊക്കെ പറഞ്ഞാലേ നാളെ ജോലിക്കൊക്കെ അല്ല, നാളെ ജോലിക്ക് കൂടെ പോകണമെന്ന് കൊച്ചിയിലൊക്കെ ഉണ്ട്. പക്ഷെ നാളെ ജോലിക്ക് കൂടെ പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോക്കടാ, കാർ നോക്കടാ. ജോലിക്ക് കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ഇന്ന് 7 മണിയാകുമ്പോഴേ കിടന്നുറങ്ങും. ചിലരൊക്കെ അങ്ങനെ ആയിട്ടാ. ചിലരങ്ങനെ ചെയ്തിട്ട് രാവിലെ പോകണം. നല്ല രസമുണ്ട് വീട്, ലൈറ്റൊക്കെ ഇട്ട്. വീട് തന്നെ ആണല്ലോ. വീട് ഈ റോഡിന് ഇത്ര മീറ്റർ മാറിയിട്ടാ ഇവിടെ അല്ല അല്ലേ? എത്ര മീറ്റർ ഇത്? നല്ല ഗ്യാപ്പ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു. എനിക്കൊന്ന് റോഡ് വികസനം വരുമെന്നുള്ളത് കൊണ്ടായിരിക്കും എത്രയും. പെട്രോൾ പമ്പ് കുറച്ചുകൂടെ അകത്തോട്ടാ. ദന്തൽ ക്ലിനിക്ക് ഇവിടെ അങ്ങ് കൂട് പോലെ. ദന്തൽ ക്ലിനിക്ക്, മോഡേൺ ജനറേഷൻ നേഴ്സ്. പിന്നെ അങ്ങ് ഉള്ളിലോട്ടൊക്കെ വീടുകളുണ്ട്. അതെന്തൊരു കടയായിട്ടാ? ഔട്ട്ലെറ്റ് ബ്യൂട്ടി. അത് പുതിയ കട തുടങ്ങാൻ പോന്നേ ഉള്ളോ? ഇപ്പുറത്ത് തുടങ്ങാൻ പോന്നോ? അതായിരിക്കുമോ? എന്തെങ്കിലും ലൈറ്റൊക്കെ പിന്നിട്ടേക്കുന്ന എന്തിനാ? ഇട്ടില്ല. ചായ എന്ന് വെച്ചോണ്ട് ചായ അല്ല, തേയിലയാണ്. തേയിലെന്ന് വരുന്നതാണ്. അല്ല, പാല് ചൂടാക്കുമ്പോൾ കിട്ടണതാണ്. അതുകൊണ്ട് ഇത് പാലാണ്. അടുത്ത റൗണ്ട് അബൌട്ട്. അടുത്ത റൗണ്ട് ഔട്ടോ? അടുത്തതല്ല, അടുത്തത്. അങ്ങനെ മടുത്തെന്ന് വെച്ചാൽ മടുത്ത്, കളി കളിച്ച് മടുത്തു, അങ്ങനെ അർത്ഥം. മഞ്ഞു പോലെ കാണുന്നേ.
എന്തിന്റെ പോക? അവിടെ എല്ലാം ബാർബിക്യൂ ഒക്കെ. ബാർബിക്യൂ ഉണ്ടല്ലേ. ആ നെസ്റ്റോ ആയോ? നമ്മൾ അങ്ങനെ നെസ്റ്റോയി വന്നു. നമ്മൾ സ്ഥിരമായിട്ട് നെസ്റ്റോയി വരാറില്ല. നമ്മൾ ലുലു ആണ് ആശ്രയിക്കുന്നത്. നമ്മുടെ അടുത്ത് ലുലു ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്റെ ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ലുലുവത്തേ പോകത്തില്ല. ചില ടൈമിനേ പോകും. വണ്ടി വരുന്നില്ല. ആളുണ്ട്, റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അമ്മ എപ്പോ നോക്കിയാലും അവിടെ പോകത്തുള്ളൂ. ഇവിടെ പോകത്തുള്ളൂ അമ്മ. ആ അവിടെ പിന്നെ എവിടെയും പോകത്തില്ല. ലുലു എന്ന് പറഞ്ഞ പോകത്തില്ല. അവര് ലുലുവില് പോകത്തില്ല അമ്മ. അവരിവിടെ പോകും. പക്ഷെ കൊറേ നാളായില്ലേ നമ്മൾ ഇവിടെ വന്നിട്ട്. അമ്മ ഈ നെസ്റ്റോയി വന്നിട്ടില്ലേ? ഇത് പുതിയതാണോ? ഇവിടെ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും പാർക്കിംഗ് സൗകര്യവും ലുലുവിന്റെ ഒക്കെ കണക്കേ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉള്ള ഈ നെസ്റ്റോയിൽ ഞാൻ വന്നിട്ട് ഓർക്കുന്നേ ഇല്ല. അതമ്മ പണ്ടല്ലേ മറ്റേ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന മറ്റേ നെസ്റ്റോ അതാണോ കത്തിപ്പോയെന്ന് പറഞ്ഞ്? അവിടെ ശരിക്കും കച്ചവടമൊക്കെ ഉള്ളതല്ലായിരുന്നോ? ആരെങ്കിലും കൊണ്ട് ബോംബ് ആരും കൊണ്ട് ബോംബിട്ടില്ല. നെസ്റ്റോയിൽ വന്നിട്ടില്ല അമ്മ. ഇപ്പൊ വണ്ടി വന്ന് നമ്മൾ ഇങ്ങനെ വരാന്ന് എത്ര ലുലു വീട്ടിൽ വെച്ചല്ല, ഇങ്ങനെ വരാന്ന് എത്ര ചുമന്ന വണ്ടി ഇങ്ങനെ കേറി. നമ്മളെ പുതിയ നിസാന സ്ഥലം കുറെ സ്ഥലം ഉണ്ടായിരുന്നു പാർക്കിംഗ്. ഇതാണ്ട് ഇവിടെ സ്ഥലം കിടക്കുന്നു. നമ്മള് പുതിയ ഈ തക്കാളിയുടെ സൗന്ദര്യം നോക്കേട്ടെ. സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി. ഇപ്പോൾ സമയം 11 മണിയായി. നന്നായിട്ടും തിരക്കൊക്കെയാണ് ഇവിടെ. വണ്ടികളൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുക. അതെന്തോ കോഫി ഷോപ്പോ? പതിനൊന്ന് മണിയായിട്ടേ എങ്ങും അടച്ചിട്ടൊന്നുമില്ല. കടകളൊക്കെ എപ്പോഴും തുറന്നതിന് ഇരിക്കുന്നുണ്ട്. ഏതാ? ഷോറൂമാണ്. 11 മണിയൊക്കെ ആയപ്പോഴത്തെ ഒരുമാതിരി അടയ്ക്കാൻ ഒരുങ്ങുന്നു അല്ലേ? അതെന്തോ ലുലുവോ എന്തോ? ഐത്തം സിറ്റി. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പോയി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നിർത്തുക. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അത് നോക്കിയേട്ടാ അതിനകത്ത് എന്തോ ഏട്ടാ ഷോപ്പിംഗ് കോംപ്ലക്സ്